നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം അത് നിവർത്തിക്കും. യേശു കർത്താവ് ഈ താണഭൂമിയിലേക്ക് വന്നത് നമുക്കേവർക്കും നിത്യജീവൻ നൽകിത്തരാൻ വേണ്ടിയാണ്. യേശു കർത്താവ് ക്രൂശിൽ കഷ്ടം അനുഭവിച്ചത് നമ്മുടെ മരണം നീങ്ങിപ്പോകാൻ വേണ്ടിയാണ്. നമുക്ക് ലഭിക്കേണ്ട പാപത്തിൻ്റെ ശമ്പളമായ മരണമാണ് യേശു ഏറ്റുവാങ്ങിയത്. പ്രിയപ്പെട്ടവരെ, യേശു വിശ്വസ്തനാണ്. ഇന്ന് പകൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദത്ത വചനങ്ങളെ നിവർത്തിക്കുവാൻ അവൻ വരും. യേശു കർത്താവ് തന്നെ വിശ്വസിച്ച, തന്നെ കാത്തിരുന്ന തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കി വേഗത്തിൽ മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഇന്നത്തെ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം മാറുന്നൊരു സുദിനമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതെ, നമ്മുടെ ധൈര്യം എന്താണ്? കഷ്ടതയുടെ നടുവിലും ദൈവം കൂടെയുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ദൈവം ജയിച്ചവനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നാമും ജയിക്കും. ഇന്നത്തെ ഈ സാഹചര്യങ്ങളെല്ലാം നാം മറികടക്കും. മുൻപോട്ട് തന്നെ ചുവടുകൾ വയ്ക്കണം. നിങ്ങൾ തളർന്നു വീഴരുത്, പകച്ചു നിൽക്കരുത്. നിങ്ങൾ മുൻപോട്ട് ചുവട് വയ്ക്കണം. നമ്മോട് കൂടെയുള്ള ദൈവം ലോകത്തോടു കൂടെയുള്ളവതിനേക്കാളും വലിയവനാണ്. നമ്മുടെ ദൈവം ജയിച്ചവനാണ്. നമ്മുടെ ദൈവം സർവശക്തനാണ്. ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്നവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ഇതിടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. നാം ഒരിക്കലും തകർന്നടിഞ്ഞു പോകാൻ ദൈവം സമ്മതിക്കില്ല. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കും. നിത്യതയിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് പകൽ നാം ഈ വചനം കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അനേക കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുണ്ട്. വേദനകളിലൂടെ, ഭാരങ്ങളിലൊക്കെ നാം പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ നാം പറയണം, എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ വളരെ അടുത്തിരിക്കുകയാണ്. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാൻ അവൻ വരും. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എന്നെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. കാഹളം ധ്വനിക്കുന്നൊരു സമയം വളരെ തൊട്ടു മുൻപിലുണ്ട്. നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ജീവനോടിരിക്കുന്ന നമുക്ക് രൂപാന്തരം ഉണ്ടാകും. ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം വിശ്വസ്തനാണ്. ദൈവം പറഞ്ഞ വാക്ക് ദൈവം നിവർത്തിക്കും. അതുകൊണ്ട് ഈ മരുഭൂപ്രയാണത്തിൽ മാറായുടെ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. എങ്കിലും തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, യേശുക്രിസ്തു മുൻപിൽ വെച്ചിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ചുവടുകൾ വയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.